പൈലറ്റ് ആവാൻ പഠിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന് ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ല കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കാറുമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് BSc ഉണ്ടോ BA ഉണ്ടോ എന്ന് ആരും ചോദിക്കില്ല. പകരം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുക. അപ്പോൾ പൈലറ്റായിട്ട് വിമാനം പറത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈലറ്റ് ലൈസൻസ് വേണം. പലതരത്തിലുള്ള പൈലറ്റ് ലൈസൻസുകളുണ്ട്. പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട്, സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആക്ച്വലി വലിയൊരു വിമാനം, നമ്മൾ ആളുകളൊക്കെ ഉള്ള വിമാനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ CPL നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഒരു പൈലറ്റ് ആവാൻ നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തിനെല്ലാം ഒരു അഭിരുചി വേണം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ടതുണ്ട്. കാരണം പൈലറ്റ് എന്നുള്ളത് ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു ജോബാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് പറക്കാൻ എന്നുള്ളത്. പക്ഷെ അതിലപ്പുറം നമ്മളൊരു പൈലറ്റിൻ്റെ ജോബ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ വിമാനത്തിൽ കയറി അയാൾക്ക് ആകാശത്ത് നിന്ന് ഡയറക്ഷൻസ് നിർണ്ണയിക്കാനുള്ള ഒരു കഴിവ് വേണം. കാലാവസ്ഥാ റിപ്പോർട്ടുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഒരു ഫ്ലൈറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏവിയോണിക്സ് അല്ലേ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു അറിവ് വേണം. അതുകൊണ്ട് തന്നെയാണ് ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളുടെ പ്രാവീണ്യം നിങ്ങൾക്ക് നിർബന്ധമാണ്. 1 മാത്തമാറ്റിക്സ്, 2 ഫിസിക്സ്, 3 ഇംഗ്ലീഷ്. കാരണം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാവണം പൈലറ്റ് എന്നുള്ളത്. മാത്രമല്ല വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സമയങ്ങളിൽ എടുക്കാനുള്ള ഒരു കഴിവ് കൂടി ഒരു പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം വേണം. അതുകൊണ്ട് തന്നെ ഒരു പൈലറ്റ് ആവണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അത് DGCA അഥവാ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് CPL നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുള്ള യോഗ്യത നമ്മൾ +2 പാസ്സാവണം. +2 നമ്മൾ സയൻസ് സ്ട്രീം എടുത്ത് നമ്മൾ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇംഗ്ലീഷിലും നമുക്ക് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്കിൽസ് എല്ലാം വേണ്ടതുണ്ട്. ഇനി പൈലറ്റ് ആവാൻ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനം ഇന്ത്യയിൽ ഏതാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം IGRUA എന്ന ഉത്തർപ്രദേശിലെ അമേത്തിയിലെ സ്ഥാപനമാണ്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാഡമി. ഓക്കെ, ഇവിടങ്ങളിലേക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റാണ് ഉള്ളത്. വിവിധങ്ങളായിട്ടുള്ള ലോജിക്കൽ തിങ്കിങ്, ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിൽ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂവും സൈക്കോമെട്രിക് ടെസ്റ്റുകളും അത്തരത്തിലുള്ള പ്രോസസ്സിലൂടെയാണ് ഇവിടേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഏകദേശം 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കാവുന്നതാണ്. ഇനി ഇതിന് എത്ര ഫീസ് വരും? ഏകദേശം 45 ലക്ഷം രൂപയോളം നമ്മൾ ഇതിന് വേണ്ടി കാണേണ്ടതുണ്ട്. ഇനി ഇവിടെ മാത്രമല്ല, DGCAയുടെ അപ്രൂവലുള്ള 35ഓളം ഫ്ലൈയിങ് സ്കൂൾസ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലായിട്ടുണ്ട്. നമ്മൾ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ഉണ്ട്. അവിടെ നമുക്ക് സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ മൾട്ടി എഞ്ചിൻ എയർക്രാഫ്റ്റിനുള്ള ലൈസൻസ് എല്ലാം എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഏകദേശം 45 ലക്ഷത്തോളം രൂപയാണ് നമുക്ക് അവിടെയും ചിലവ് വരിക. ഇനി ഈ ഒരു 45 ലക്ഷം രൂപയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു പൈലറ്റ് ആവുന്നതിൻ്റെ ചിലവ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യണം, ഒരു ബോയിങ് നമുക്ക് ഓടിക്കണം, അല്ലെങ്കിൽ എയർബസ് വിമാനം നമുക്ക് പറത്തണം എന്നുണ്ടെങ്കിൽ അവയുടെ ട്രെയിനിങ്ങിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള കൂടുതൽ ചിലവുകൾ നമ്മൾ വഹിക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സ്ട്രീംലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പൈലറ്റ് ആവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ത്യയിലെ എല്ലാ ഫ്ലൈയിങ് സ്കൂളുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് www.dgca.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇനി പുറത്ത് വിദേശ രാജ്യങ്ങൾ, ന്യൂസിലാൻഡ് അതേപോലെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലും നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാം. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് നിങ്ങൾക്കൊരു പൈലറ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടൻ ടെസ്റ്റുകൾ, DGCA മാൻഡേറ്റ് ചെയ്യുന്ന ചില വിഷയങ്ങളിലെ ടെസ്റ്റുകൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ മക്കൾ സയൻസിലും മാത്സിലും മിടുക്കരാണോ? അവർ IITസിലും എയിംസിലും ജിപ്മറിലും IIScയിലും ഐസറിലും എല്ലാം പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് X&Y ലേണിംഗ് ഒരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികൾക്കായിട്ട് ഓൺലൈൻ JEE പ്രോഗ്രാമും. ക്ലാസ്സുകൾ എടുക്കുന്നത് IITians-ഉം ഡോക്ടേഴ്സും NITians-ഉം അടങ്ങുന്ന ഒരു അടിപൊളി ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കരിയർ കണക്റ്റിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ X&Y കരിയർ കണക്ട് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. ലിങ്ക് താഴെ നൽകുന്നുണ്ട്.